ഹായ് ഗൈസ്, അപ്പൊ പുതിയൊരു വീഡിയോയിലോട്ട് നമ്മ കിടക്കണേണ്. നമ്മളിപ്പോ ഒരു കേശവമ്പാറ എന്ന് പറഞ്ഞ സ്ഥലത്ത്, പാലക്കാടുള്ള കേശവമ്പാറ എന്ന് പറഞ്ഞ സ്ഥലത്ത് വന്നേക്കണം. ഇവിടെ നെല്ലിയാമ്പതി റൂട്ടാണ് ഈ റൂട്ട് വരുന്നത്. എന്നാ അടിപൊളി വ്യൂസ് ഒക്കെയാണ് ഇവിടെ. നെല്ലിയാമ്പതി റൂട്ടാണിത്. അപ്പോ രാവിലെ വരുന്നവര് രാവിലെ വരുന്നവര് പ്രത്യേകം ശ്രദ്ധിക്കണം. 7 മണിക്കേ ഇവിടുന്ന് ചെക്ക് പോസ്റ്റ് കയറ്റി വിടുള്ളൂ. അപ്പോ അത് 7 മണി കൊള്ളിച്ച്, കേരളത്തിൽ നിന്നുള്ളവരാണെന്നുണ്ടെങ്കിൽ 7 മണി കൊള്ളിച്ച് ഇവിടെ വന്നാൽ മതി കേട്ടാ. കേരളത്തിൽ നിന്നുള്ളവരാണെങ്കിലും എവിടെ നിന്നുള്ളവരാണെന്നുണ്ടെങ്കിലും ആ വ്യൂ കണ്ടില്ല. അടിപൊളി വ്യൂ ആണ്. ഫസ്റ്റ് എൻട്രിയിൽ തന്നെ നല്ല അടിപൊളി വ്യൂ ആണ് അല്ലേ? ചെന്ന് കാണിച്ചു കൊടുക്കും. നെന്മാറ ഡാമാണെന്ന് തോന്നണത്. കേശവമ്പാറയിലോട്ട് പോണ റൂട്ടാണ്. മറ്റേ നെല്ലിയാമ്പതി കേശവമ്പാറ അതിലൊക്കെ പോണ റൂട്ടാണിത്. അപ്പൊ ഇവിടെ വരുന്നത് ഈ ചെക്ക് പോസ്റ്റ് കഴിയുമ്പോ തന്നെ ഉള്ളൊരു ഇതാണ്. ലെഫ്റ്റ് സൈഡിലുള്ളൊരു പാർക്കിങ്ങിൽ നമ്മൾ പാർക്ക് ചെയ്ത് കണ്ട ആ സൈഡിൽ തന്നെയാണ് ഈ ഡാം ഇരിക്കുന്നത്. എന്തായാലും അടിപൊളി വ്യൂ ആണ് അല്ലേ? ഇവിടെ ഒരു ഉപയോഗശൂന്യമായ 1000 ഏക്കറില് ഡാം വിൽക്കാനുണ്ട്. 1000 ഏക്കർ പാർക്കിംഗ് ആണ്. ഡാം വിൽക്കാനുണ്ട് ഇവിടെ 1000 ഏക്കർ. ഉപയോഗശൂന്യമായിട്ട് കിടക്കണാണ്. ഇതില് ഭയങ്കര ഒരു കൊല്ലം 60 കോടി ടേൺ ഓവർ ഉണ്ടായിരുന്ന ഒരു ഡാമാണ്. അത് എടുത്താരെങ്കിലും ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിന് ലാഭം ഉണ്ടാവും. അപ്പൊ ആയിരിക്കും ആവശ്യം ഉണ്ടെങ്കിൽ കോണ്ടാക്ട് ചെയ്യാം. നമ്പർ കൊടുത്തേക്ക്. ഞാൻ ഷാസിന്റെ നമ്പർ തരാം. എല്ലാരും വിളിച്ചാ അതിലോട്ട് തരുന്നത്. കാര്യം സ്ക്രാപ്പാണ് ഡാമത്. സ്ക്രാപ്പ് പണിയിലിരിക്കും. പെയിന്റ് അടിച്ച് വെച്ചിട്ടുണ്ട്. പിന്നല്ല ആനയും പോത്തുണ്ടെന്നല്ലേ പറഞ്ഞു. അതിമനോഹരമായ സ്ഥലം. ഫുൾ പച്ചപ്പ്. നെല്ലിയാമ്പതി ചെക്ക് പോസ്റ്റിൻ്റെ അവിടെ നിന്ന് അകത്ത് കൂടെ ഒരു 19 കിലോമീറ്റർ വനത്തിൻ്റെ അകത്ത് കൂടെ ഉള്ളൊരു യാത്ര ഉണ്ടാവും. നല്ല അടിപൊളി പ്ലേസാണ്. ഇവിടെ ഞങ്ങളിപ്പോൾ ഒരു വഴിയിൽ കണ്ടപ്പോൾ ഇങ്ങനെ വെറുതെ ഒന്ന് ചവിട്ടിയതാണ്, വണ്ടി ചവിട്ടിയതാണ്. പക്ഷേ നല്ല അടിപൊളിയാണ്. പിന്നെ പോണ വഴി ആന, മറ്റേ കാട്ടുപോത്തിനെയൊക്കെ കാണാമെന്ന് പറയാനുണ്ട്. അറിയില്ല. നമ്മൾ രാവിലെ 7 മണിക്കാണ് ഇവിടെ നിന്ന് കയറിയേക്കണത് കേട്ടോ. അപ്പോൾ നമുക്ക് ഇവിടെ വരുന്നവർ പ്രത്യേകം ശ്രദ്ധിക്കണം. 7 മണിക്ക് എത്താവുന്ന രീതിയിൽ വേണം വരാനായിട്ട്. പിന്നെ അവിടെ ചെക്ക് പോസ്റ്റ് എത്തുമ്പോഴത്തേക്കും അവിടെ എൻട്രി ഉണ്ട്. പാസ് എടുക്കണം. പാസ് എടുത്തിട്ട് വേണം നമുക്ക് ഇങ്ങോട്ട് കയറാൻ കേട്ടോ. ഇവിടെ വരുന്നവരൊക്കെ ശ്രദ്ധിച്ച് വണ്ടി ഓടിക്കാൻ നോക്കുക. കാരണം ഇവിടെ മാനുകളും എല്ലാം റോഡിൽ മാട്ട് കുറുകെ വരുന്നത് കൊണ്ടിട്ട് ചത്തു പോകുന്നുണ്ട്. ഒരെണ്ണം കിടക്കുന്നു. ഇവിടെ ഫോട്ടോ കണ്ടില്ലേ? ആ, കുരങ്ങുകള് വരും അടുത്തേക്ക്. അപ്പൊ അവര് ഫീഡ് ചെയ്യാൻ പാടില്ല. ഷിജാസ് വരും, കുഞ്ഞു ഷിജാസുകൾ വരും. അപ്പൊ അവര് നമ്മള് ഫുഡ് കൊടുക്കരുത്. ഫുഡ് കൊടുത്താല് അവര് നമ്മളെ കാറിലുള്ള സാധനങ്ങളൊക്കെ എടുത്തും കൊണ്ടുപോകും.
ലാസ്റ്റ് അത് പോയി ഇത് പോയി എന്ന് പറഞ്ഞിട്ട് ഫോറസ്റ്റുകാരോട് പോയി പറഞ്ഞിട്ട് കാര്യമില്ല. അതുപോലെ വേറൊരു കാര്യം, വരുന്നവർ പെട്രോള് അടിക്കാൻ വണ്ടിയിൽ മാക്സിമം. കാരണം തിരിച്ച് കുറേ പെട്രോള് ലോസ് ആവും. ലാസ്റ്റ് പെട്രോൾ പമ്പ് തപ്പി കിടക്കേണ്ട അവസ്ഥ വരരുത്. അടിപൊളിയല്ലേ, കിടിലൻ. നെല്ലിയാമ്പതിയാണോ കാട്? ആടാ നെല്ലിയാമ്പതി. ഓക്കെ, പൊളി, നൈസ്. നൈസ് അല്ലേ? വേണ്ട, ലോകം മൊത്തം കാണാം ഇവിടെ നിന്നാല്. ലോകം മൊത്തമല്ല പാലക്കാട്, എല്ലാം ലോകത്ത്. അടിപൊളിയാട്ടാ. സൗണ്ട് കേട്ടാ, സൗണ്ട് കേട്ടാ, ഈ വീടിന്റെ സൗണ്ട് കേട്ടാ. ഈ കാട്ടില് ഒരു ജീവി പോലും ഇല്ലെന്നാണ് അറിയാം. നമ്മളിവിടുന്ന് തിരിച്ചു പോവാൻ നേരത്തെ ഷാസിനെ ഉപേക്ഷിച്ചിട്ട് പോവുള്ളൂ. ഇവിടുത്തെ ഷാസിന്റെ കൂട്ടുകാരന്മാർക്ക് നാഥനില്ലാണ്ടായി പോയില്ലെങ്കിൽ ഷിജാസിനെ ഉപേക്ഷിക്കും. ഇവിടെ കാട്ടുപോത്തിന്റെ ഒരു കുറവുണ്ട്. അതെ, എടാ ഇത് നോക്കിയടാ, ഇങ്ങനെ ഒരു സാധനത്തിന് നമ്മൾ ഇവിടെയോ കണ്ടിട്ടുണ്ടല്ലോ അല്ലേ? ഓ അതിതായിരുന്നാ പറഞ്ഞ ഇവിടെ മെയ് മാസങ്ങള്, ഏപ്രിൽ മെയ് മാസങ്ങളൊക്കെ ഭയങ്കര ചൂടാണ് എന്നാണ് പറയണത്. പക്ഷെ ഇവിടെ ഈ നെല്ലിയാമ്പതി റൂട്ട് കയറിയപ്പോ നമുക്ക് ഇപ്പൊ നല്ല തണുപ്പായിട്ടാണ് കിട്ടിയേക്കണത്. പാവങ്ങളുടെ ഊട്ടി എന്നറിയപ്പെടുന്ന നെല്ലിയാമ്പതി, അതൊരു വൈബ് തന്നെയാണ്. ശരിയാണ്. ആ, പാവങ്ങളുടെ ഊട്ടി എന്നാണ് ഇതിനറിയപ്പെടുന്നത്. പാവങ്ങളാണല്ലോ. നല്ല കോടയും നല്ല തണുപ്പുണ്ട് ഇപ്പൊ. വിനീഷ് ഇവിടെ നല്ല കോടയൊക്കെ ഉണ്ട് കേട്ടോ. ഇത് കണ്ടാ കാണിച്ചു കൊടുക്ക്, വീഡിയോ പിടിക്ക്, സൂം ചെയ്ത് കാണിച്ചു കൊടുക്ക്. കണ്ടാ? ആ ഇതാണ് ആന. ഓ, ഇത്ര നാളായി കൊതിച്ചെന്നറിയോ ആനനെ കാണാൻ. ഓക്കെ, കൊള്ളാം, സെറ്റ്. പോത്ര അതും കണ്ട്. പൊളി, ഇതാണ് മച്ചാമാരെ, പൊളി പൊളി. ഇതൊരു അറ്റൻഡ് ചെയ്തിരിക്കണം. നമ്മൾ മിസ്സാക്കരുത്. എന്റെ പൊന്നോ, സീൻസ് അല്ലോട്ടത് അല്ലേ? ആ, കിഡിലോസ്കി സ്ഥലം. കേശവൻപാറ എത്തിയിട്ടില്ല, അതിനു മുന്നേ തന്നെ നമ്മള് നമുക്ക്. നമ്മൾ ശരിക്കും പറഞ്ഞ ഈ സ്പോട്ട് സെലക്ട് ചെയ്ത് നമ്മളെ ഒരു ഫ്രണ്ട് ഉണ്ട് കേശവൻ, അവൻ പറഞ്ഞിട്ടാണ് നമ്മ ഈ കേശവൻപാറയിലേക്ക് വന്നത്. ഇല്ല, കാര്യം എൻ്റെ ഒപ്പം 10ാം ക്ലാസ്സിൽ പഠിച്ച ഒരു ഫ്രണ്ടാണ് കേശവൻ. അവന് ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു. അവൻ പറഞ്ഞ് അവന്റെ പേര് ഒരു സാമ്യം ഉണ്ടെങ്കിലും അവൻ പറഞ്ഞ് നല്ല സ്ഥലമാണ്, നീ എൻ്റെ പേര് അമ്മ തമാശയെന്ന് വിചാരിച്ചു. പക്ഷെ കൊള്ളാം, അടിപൊളി സ്ഥലം. പക്ഷേ കേശവൻപാറ എന്ന് പറഞ്ഞ സ്ഥലത്ത് ഞങ്ങൾ എത്തിയിട്ടില്ല. അതിനു മുന്നേ തന്നെ ഈ ഒരു ക്ലൈമറ്റ് ആണ് നമുക്ക് കിട്ടിയത്. കേശവൻപാറയിലേക്ക് ഇനി ഒരു 5 കിലോമീറ്റർ ഉണ്ട്. അങ്ങോട്ട് നോക്കിക്കഴിഞ്ഞാല് അവിടെ ആ ഒരു പാലക്കാട്, ഇപ്പുറം കേരളം, ആ ഒരു കോട സംഭവങ്ങളില്ല. പക്ഷെ ഇങ്ങോട്ട് കയറും തോറും ഇങ്ങനെ കോട ഇങ്ങനെ വന്നോണ്ടിരിക്കാനാണ് ഞങ്ങളുടെ അടുത്തേക്ക്. അതെ അതെ, പറഞ്ഞ കറക്റ്റ് കറക്റ്റ്. കേശവൻപാറ 5 കിലോമീറ്റർ 6 കിലോമീറ്റർ ഇനി ഇവിടുന്ന്. നമ്മ അതിന് മുമ്പ് തന്നെ ഒരു ക്ലൈമറ്റ് ഒക്കെ നല്ല കൊള്ളാം അല്ലേ? ഇതിപ്പോ എത്രയും മുമ്പ് വേറൊരു ഇതിന്റെ പേര് ഓശാമ്പാറ എന്നാണ്. ഓശാമ്പാറ ഇത് കഴിഞ്ഞിട്ടാണ് കേശവൻപാറ. മുമ്പ് ഓശാമ്പാറ.
അവിടെ സ്ഥലങ്ങൾ അടിപൊളിയല്ലേ കൂടെയല്ലേ ബീച്ച് വേറെ സൂപ്പറാണ് പിന്നെ മൂന്നെണ്ണല്ലേ. അപ്പൊ ഞങ്ങള് കേശവൻപാറ എന്ന് പറഞ്ഞ സ്ഥലത്ത് എത്തിയിട്ടുണ്ട്. ഇതാണ് അതിന്റെ എൻട്രി. ഇതാണ് ടൈം കൊടുത്തിട്ടുണ്ട്. 8 മണി തൊട്ടിട്ട് 4 മണി വരെ കേറ്റുള്ളൂ. പിന്നെ ഈ കാണുന്നതാണ് എവിറ്റിയുടെ പാർസൽ സർവീസ്. ഹെവിന്റെ ചായപ്പൊടിയുടെ ഇത് കമ്പനിയാണ് ബ്ലെൻഡ് ചെയ്യുന്ന സ്ഥലം. ഇവിടെ ഒരു ടിക്കറ്റ് ഉണ്ട്, ടിക്കറ്റ് എടുക്കണം. ടിക്കറ്റ് എടുത്തിട്ട് കുറച്ച് കുറച്ച് കഷ്ടപ്പെടണം. ടിക്കറ്റിന്റെ ഫീ വരുന്നത് 15 രൂപയാണ് വരുന്നത്. അത് നമ്മൾ ഇന്ത്യൻസ് ആണെങ്കിൽ 15, ഫോറിനേഴ്സ് ആണെങ്കിൽ 100, സ്റ്റുഡൻസിന് 10 രൂപ, പിന്നെ ക്യാമറക്ക് 50 രൂപ, പിന്നെ വീഡിയോഗ്രാഫിക്ക് 150 രൂപ. അങ്ങനെയാണ് ടിക്കറ്റ് ചാർജ്. നമുക്ക് 4 പേർക്കും കൂടി വന്നേക്കണം. ഇതില് നല്ലൊരു ഓക്കെ, ഒരു 400 മീറ്റർ ഒരു ഇതാണ് നമുക്ക് ഒരു 400 മീറ്റർ ഉള്ളിലേക്ക് ഇങ്ങനെ നടക്കാനുണ്ടെന്ന് അവർ പറയുന്നു. അപ്പോൾ ഇത് നല്ല അടിപൊളി റിഫ്രഷ് ആയിട്ടുള്ള സ്ഥലമാണ്. കൊള്ളാം, നല്ല തണുപ്പുണ്ട്, എല്ലാവരും വരാ. അതെ അതെ ലെഫ്റ്റിലേക്ക് നോക്കരുത്, റൈറ്റിലേക്ക് നോക്കി നടക്കാം. ലെഫ്റ്റിലേക്ക് നോക്കിയാൽ സിറ്റി ആവും. കോട വന്നു തുടങ്ങിയിട്ടുണ്ട്. 400 മീറ്റർ എന്ന് ഇവര് പറയുന്നത് 4 കിലോമീറ്ററിന്റെ ദൂരം ഉണ്ടെന്ന് തോന്നുന്നു. പാലക്കാട് ഭയങ്കര ചൂടാന്ന് പറഞ്ഞവർക്ക് ഞങ്ങള് ഇത് കാണിക്കണേണ്. ഞങ്ങളിപ്പോ മെയ്യിലല്ലോ എത്രാം തീയതി? മെയ് 5-ആം തീയതി മെയ്യിൽ വന്നിട്ടുള്ള ഒരു കാലാവസ്ഥയാണ് ഈ കാണുന്നത്. ഇവിടെ വന്നപ്പോൾ ഒരു കാലാവസ്ഥ ഉണ്ട് ഈ കാണുന്നത്. പക്ഷെ കൊള്ളാം, നല്ല അടിപൊളിയാണ്. കോടയുണ്ട്, തണുപ്പും. കുറെ ടൂറിസ്റ്റ്, കുറെ ആൾക്കാർ വരുന്നുണ്ട്. നോക്കിയേ എന്താ തിരക്ക്, നോക്കിയേ തിങ്ങി നിൽക്കുന്നു. നടക്കാൻ പറ്റില്ല, കൂട്ടിടിക്കുന്നു, കാലുത്താൻ സ്ഥലമില്ല. വിജനമായ ഈ കാട്ടിലൂടെയുള്ള ഒരു യാത്ര, വല്ലാത്തൊരു എക്സ്പീരിയൻസ്. അതെ, നെല്ലിയാമ്പതി യാത്ര അല്ലേ? പാലക്കാട് ടു നെല്ലിയാമ്പതി. മാനെ കണ്ടിട്ട് മാന കണ്ടില്ലേ? അതിനെ കണ്ടില്ല എത്ര നേരമായിട്ട്. ഇവിടെ ടിക്കറ്റ് എടുക്കണോടത്ത് ചോദിച്ചാൽ പറഞ്ഞത് 400 മീറ്റർ അകത്തോട്ട് പോയാൽ മതി എന്നാണ് പറഞ്ഞത്. 400 മീറ്ററും കഴിഞ്ഞ് ഇപ്പൊ 1 കിലോമീറ്റർ അടുത്താകാനായിട്ടുണ്ട് നടന്ന്. തീരല്ല. പിന്നെന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഇവിടെ നടന്നിട്ട് ടയേർഡ് ആവണില്ല. എനിക്ക് ഇവിടെ അളന്നിട്ടുണ്ടാവൂല മീറ്റർ. രാവിലെ എത്ര മണിയാണ് ഇപ്പൊ? എത്ര മണിയാണ്ട? 9 മണിക്കത്തെ ഇതാണ് ക്ലൈമറ്റാണ് ഈ കാണുന്നത്. രാവിലെ 9 മണിക്കത്തെ ക്ലൈമറ്റാണ് ഈ കാണുന്നത്. നമ്മ ഒരു 1300 അടി മേളിലാണ് നിൽക്കുന്നത്. അതുകൊണ്ടിട്ടാണ് ഇത്ര ക്ലൈമറ്റ് കിട്ടിയേക്കണത്. ഭയങ്കര ഹൈറ്റിലാണ് നമ്മൾ നിൽക്കുന്നത്. 1000 അല്ലേ, സംതിങ് ഒരു 1500 കൂട്ടിക്കോ. 2000 അങ്ങോട്ടും ഇങ്ങോട്ടും കൂടി 2000 കൂടി 2000 ആക്കണ്ട. ഇത് നോക്കിയടാ, നാച്ചുറൽ AC എന്ന് പറഞ്ഞ കറണ്ട് ബില്ല് വേണ്ട. സോളാർ AC, സോളാർ. നിന്റെ സൗണ്ട് കണ്ടോ? മൃഗം സൗണ്ട് കേൾക്കുന്നുണ്ട് ഇവിടെ. കരടീന്റെ സൗണ്ടാണോ? എന്താണ് എന്തിന്റെ സൗണ്ടാണ് കേൾക്കണമെന്ന് അറിയില്ല. മൂങ്ങല്ലേ, വേറെ എന്തോ ജീവിയാണ്. വലിയ തവളയെന്നോ. നോ എൻട്രി ആണ്. കണ്ണി കാണുന്ന പോലെ ഇല്ലല്ലോ.
എന്താ വെറുതെ എഴുതി വെച്ചിട്ട് ബോർഡ് ഓടിച്ചിട്ട് പോയപ്പോഴേ നമ്മ കണ്ടില്ല. അവിടെ എഴുതി വെച്ചിട്ടുണ്ട്, അതോ കാരണം നമുക്ക് അവിടെ കേറാൻ പറ്റില്ല. വേറെ ഇത് നോക്കിയാ വേറെ ഇവിടെ ഇരുന്നിട്ടൊക്കെ നല്ല അടിപൊളി. മറ്റേ നാഷണൽ ജിയോഗ്രഫിക് ചാനലൊക്കെ കാണുന്ന നാട് പോലെ തന്നെ അല്ലേ ഇത്. ഞാനിവിടെ ഒന്ന് കയറി നോക്കിയാണ്ടാ നോക്കി ഇവിടെ ഒന്ന് കാണിച്ചു കഴിഞ്ഞാൽ കണ്ട കറക്റ്റ് പറയാൻ പറ്റൂല. പച്ചില പാമ്പൊക്കെ ഉണ്ടാവും. സപ്പേ അതെ പാമ്പിനെ കണ്ട് ഭയന്നിരിക്കുകയാണ്. ഒന്നും പറയാൻ പറ്റാത്ത അവസ്ഥയിലോട്ട്. പറയാൻ പറ്റില്ലുണ്ടാവും. പച്ചില പാമ്പൊക്കെ ഉണ്ടാവും. നമ്മ ഇങ്ങനെ ഫോട്ടോ എടുക്കാൻ നിൽക്കുമ്പോഴേക്കും കയത്തിന്റെ വന്നിട്ട് ദേ ഒരു മന്ദറ്റാ നോക്കണത്. മെത്തി സ്ഥലമെത്തി. ഇവിടെ അപ്പൊ ഞങ്ങള് കേശവൻ പാറ എന്ന സ്ഥലത്തോട്ട് എത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. ആ കാണുന്ന ഒരു പാറ കാണുന്നുണ്ട്. അപ്പൊ അവിടെ എത്തിയിട്ടുണ്ട്. ഇനിയിപ്പോ അവിടെ എത്തിയിട്ട് നമുക്ക് അവിടുത്തെ കേശവൻ മാമാന്റെ പാറ. ഓ കിടിലനാണ്ടാ അല്ലേ? ഒരു കാട്ടിന്റെ അകത്ത് കൂടി നടന്ന് എത്തുമ്പോഴുള്ള കാഴ്ച ഉണ്ടെങ്കിൽ ഇതൊക്കെ കൂടെ തിങ്ങിക്കുന്നു. സീനറി വരാൻ പിടിച്ചു ലെഫ്റ്റ് സൈഡ് കൂടെ അറിഞ്ഞിടക്ക് കൊള്ളാട്ടാ. ആ അയ്യപ്പം കൂടി പോലത്തെ ഒരു പ്ലേസ്. ഓ കൊള്ളാട്ടാ, അടിപൊളിയാണ് കേട്ടോ. അവിടെ നോക്കിയേ, ഇതാണ് ഇവിടുത്തെ ക്ലൈമറ്റ്. രാവിലെ 9 മണിക്കത്തെ ക്ലൈമറ്റാണ് ഈ കാണുന്നത്. തണുപ്പുണ്ട്, നേരിയ തണുപ്പുണ്ട്, കോടയുണ്ട്. അതാണ് ഈ മെയ് മാസത്തിൽ കോട കിട്ടാന്ന് പറഞ്ഞാൽ ഒരു അല്ലേ ശ്വാസേ ഒന്ന് പോടാന്ന്. ഇവിടെ കുറെ വീടുകളൊക്കെ ഉണ്ട്, പൊളിച്ചിട്ട വീടുകൾ. സമ്മതിക്കണം. പൊന്നോ, ഇവിടെ വന്നു കഴിഞ്ഞാല് തിരിച്ചു പോവാൻ തോന്നുന്നില്ല ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല്. നല്ല അത്രക്ക് അടിപൊളിയായിട്ടുള്ള ഒരു പ്ലേസാണ്. ഇത് നോക്കി, അവിടെ വെയില്, അവിടെ വെയില്. ഇത് നോക്കി, ശ്വാസേ അവിടെ വെയില്. നോക്കി, ആ ഭാഗത്ത് മാത്രം വെയില്, ഇവിടെ കോട അല്ലേ? അല്ലല്ലോ ശ്വാസേ അടിപൊളിയല്ലേ? സെറ്റ് സ്ഥലം, സെറ്റ് സ്ഥലം. അന്ന് നമ്മള് ബിനീഷ് പറഞ്ഞിട്ട് ഇപ്പൊ അയ്യപ്പൻ മുടി പോയില്ലേ, അതിനായിട്ട് നല്ലത് ഞാൻ നോക്കിയിട്ട് ഇതാണ്. ഞാൻ അടുത്ത് വിളിക്കണ സമയമുണ്ടോ പോവാൻ? അപ്പൊ കിടിലം പ്ലേസ് ആണ്. എല്ലാരും ഇവിടെ വരണം കേട്ടോ, മസ്റ്റ് ആയിട്ട് വരേണ്ട സ്ഥലമാണ്. അടിപൊളി പ്ലേസ് ആണ്, അടിപൊളി അടിപൊളി ക്ലൈമറ്റും ആണ്. അതെ, ഈ ടൈമില് രാവിലെ 9 മണിക്കൊക്കെ വന്നാല് ഈ ക്ലൈമറ്റ് കിട്ടുന്നതാണ് അല്ലേ?
ഇനി ഉച്ചക്ക് വന്നതിനുള്ള അവസ്ഥ എങ്ങനെയാണെന്ന് നമുക്കറിയില്ല. നിങ്ങളത് വന്ന് നോക്കേണ്ടി വരും. ഞങ്ങളിപ്പോൾ ഇവിടുന്ന് പോണേണ്. കുറേ പക്ഷികളെ കറകളൊക്കെ കാണുന്നുണ്ട് കേട്ടോ നമ്മ ഇടയിലൊക്കെ. അത് ക്യാമറയിൽ നമുക്ക് കിട്ടുന്നില്ല. കറക്റ്റായിട്ട് ക്ലിയർ ആയാന്ന് അറിയില്ല. നമുക്ക് രണ്ട് വേഴാമ്പൽ, രണ്ട് വേഴാമ്പൽ, ഒരു മലയണ്ണാൻ, 3 സിംഹാലം കുരങ്ങ്. ഞാൻ ഇല്ല ടൈല്. പിന്നെ കുറെ കിളികളൊക്കെ കാണുന്നുണ്ട്. പിന്നെ മീശുള്ള ഒരു കുരങ്ങൻ, ആടി വെച്ചോരങ്ങൻ. എല്ലാരും പറയാ